എന്നാണ് എൻ്റെ പക്ഷം. അത് ഒരു ഫാസിസ്റ്റ് രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ നേർക്കുനേർ നിന്നുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഗവർണറായിരുന്നുവെങ്കിൽ രാജേന്ദ്ര ആറിലേക്ക് ഗൂഢമായ നീക്കത്തിലൂടെയാണ് ആ ഫാസിസ്റ്റ് ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണോ ഒരു സമൂഹം പൊരുതി നിൽക്കുന്നത് ആ പൊരുതിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് ചില ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തെ ചോദ്യം, അങ്ങയുടെ ഈ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഏതു നിയമപ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ? ിലേക്ക് സ്വാഗതം. ഇറാനിലെ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഖത്തർ. സൈനിക നടപടി അടിയന്തരമായി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിക്കുന്നത് മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സുരക്ഷയെ ബാധിക്കും ഖത്തർ ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായി മോളെ തൻവി കുഞ്ഞിതെവിടെ പോയി? മോളെ തൻവി തൻവി അവിടെ എങ്ങുമില്ല. അയ്യോ എന്റെ മോൾ എവിടെ പോയി? അമ്മ പുറത്തില്ലല്ലോ. എന്ത് പറ്റിയതാ? തൻവിയെ കാണാനില്ല. നമ്മള് പോകുമ്പോഴേ നേരത്തെ തൻവി പുറത്ത് നടക്കണ്ടായിരുന്നു. പിന്നെ എവിടെ പോയമ്മേ? ഹലോ പ്രശാന്തേ. ആ പറയടാ. എന്തായി കോർട്ടിൽ പോയിട്ട്? എന്താവാനാടാ, എൻ്റെ കൂടെ ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് അവൾ പറഞ്ഞു. ഇനി നാളെ കുറച്ച് പേപ്പറിൽ ഒപ്പിടേണ്ട ഫോർമാലിറ്റീസ് മാത്രം, അതോടെ എല്ലാത്തിനും തീരുമാനമായി. മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. നീ സമാധാനപ്പെട്. മോളെ നിന്റെ കൂടെ വിട്ട് കിട്ടാൻ നമ്മൾ ശ്രമിക്കാതിരുന്നിട്ടൊന്നുമല്ലല്ലോ. നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ. പിന്നെ ഒരു തുണ്ട് പേപ്പറിൽ ഒപ്പിട്ടെന്ന് വെച്ച് പിതൃത്വ ഇല്ലാതായി പോകുന്നില്ല. നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഈ ബന്ധങ്ങളുടെ വില തിരിച്ചറിയുന്നത്. നീ പ്രതീക്ഷ കൈവിടാതെ, എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് കാണാം. ശരിയടാ. അമ്മേ, ദേ അച്ഛൻ. മോളെ, അച്ഛൻ എന്താ നമ്മളെ കൂട്ടാതെ പോയത്? മോളെ അച്ഛൻ പിന്നെ കൂട്ടാട്ടോ. ജഡ്ജ് ചോദിച്ചു മോൾ കാരുടെ ഒപ്പാന്ന് പോണ്ട. അപ്പം മോള് പറഞ്ഞു അച്ഛന്റെ അമ്മേന്റെ ഒപ്പം പോന്നു. പിന്നെന്താ അച്ഛൻ നമ്മളെ കൂട്ടാതെ പോയേ?
അച്ഛമ്മോളെ തൻവി കൂട്ടാട്ടോ. വാ മോളെ. ദേ, ഞാൻ റെഡിയായി, നമുക്ക് പോവാം. റെഡിയായോ? പോവാം. നീ ഉടുപ്പാണ് ഇട്ടത്? ചുരിദാർ ഇടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ചുരിദാർ ഇടാൻ. ആന്റിയുടെ അടുത്തല്ലേ പോകുന്നത്, ഇത് മതി. അജയ് വിളിക്കുന്നുണ്ടല്ലോ. ആ അജയ് പറടാ. അത് ഇന്നാണോ? അയ്യോ, ഞാനത് മറന്നിരിക്കായിരുന്നു. ഇല്ല, കുഴപ്പമില്ല. മാച്ച് തുടങ്ങാൻ ഒരു അരമണിക്കൂറല്ലേ? ഓക്കെ, ഞാനൊരു 20 മിനിറ്റ് കൊണ്ടെത്താം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ശരി. പിന്നെ ആൻറ്റിയുടെ അടുത്ത് നമുക്ക് വേറെ ദിവസം പോവാം. എനിക്ക് അർജൻറ്റായിട്ടൊന്ന് പുറത്തു പോകാം. Possibly because of fuel contamination, a bird strike, though the latter is less likely as the Boeing 787 is designed to fly on a single engine. Improper flap settings and failure to retract landing gear also under scrutiny, with CCTV footage showing the plane struggling to gain altitude. Some speculate sabotage, citing political tensions, but there's no evidence which confirms this black box data, which is being read now, is expected to. പ്രശാന്ത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? താൻ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്ത് മറിച്ചോട്ടെ? താൻ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അതെന്റെ ജോലി തിരക്കൊണ്ട് നിനക്ക് തോന്നിയാകും. പ്രശാന്ത്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ എത്ര തിരക്കുണ്ടേലും അമ്മയെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. സൗമ്യ, എല്ലാവരും ഒരുപോലെയാണോ നീ വാശി പിടിക്കുന്നത്? അങ്ങനെയല്ല പ്രശാന്ത്. എല്ലാ പെൺകുട്ടികളെയും പോലെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിവിടെ മടുത്തു തുടങ്ങി. എന്നെ ഒന്ന് കേൾക്കാൻ പോലും പ്രശാന്തിന് ഇപ്പൊ സമയമില്ല. അങ്ങനെയാണെങ്കിലേ നീ നിന്റെ അച്ഛനമ്മയുടെ അടുത്ത് തന്നെ പോയി നിന്നു. അതെ, അത് തന്നെ എന്റെ തീരുമാനം. അവൻ്റെ ജോലിഭാരവും സ്ട്രെസ്സും ഒക്കെ നീയും കൂടെ ഓർക്കണം മോളെ. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നീ ഇവിടെ നിന്നാൽ ഞങ്ങൾ നാട്ടുകാരോട് എന്ത് പറയും? അമ്മ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം കണ്ടാ ഞാൻ വളർന്നത്. അതൊക്കെ ശരിയാ മോളെ, പക്ഷെ നമ്മുടെ സ്ഥിതി നിനക്കറിയാവുന്നതല്ലേ. നിന്റെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടതിൻ്റെ ബാധ്യത പോലും നമുക്കിതുവരെ തീർന്നിട്ടില്ല. അതിനിടയിലാണ് നിന്റെ കല്യാണം നടത്തിയത്. അതിന് ഞാൻ നരകിക്കണോ? ഒരു പരിഗണനയും തരാത്ത ഒരാളുടെ കൂടെ ജീവിക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഒരു കുഞ്ഞുണ്ടായാൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും മോളെ. അപ്പൊ തുടക്കത്തിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് മതിയോ? ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ബിസിനസ് റണ്ണായ പിന്നെ ബാക്കി എക്സ്പെൻസ് ഒക്കെ അവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അത് പറ്റും. എന്നാലും ഒരു 6 മന്ത് റണ്ണിങ് കോസ്റ്റ് നമ്മൾ കാണേണ്ടി വരും. ഓ, അത്രയ്ക്കൊക്കെ വേണ്ടി വരുമോ? ബിസിനസ് അല്ലേ, പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് സൈഡും നമ്മൾ നോക്കണം. അതെ. ആരാ വിളിക്കുന്നേ? എടുക്കാൻ നോക്ക്. അത് വൈഫാണെന്ന്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, എടുക്ക് നീ. ഓരോ അത്യാവശ്യം കാണൂല, വെറുതെ വിളിക്കുന്നതല്ലേ. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ശല്യം. അതല്ല പ്രശാന്ത്, ലൈഫിൽ ബിസിനസ്സും കരിയറൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും കുറച്ച് സമയം കൊടുക്കണ്ടേ? അവരെ തീർത്തും അവഗണിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്കറിയാലോ എൻ്റെതൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണെന്ന്. എല്ലാ ബന്ധങ്ങളുടെയും തകർച്ചയുടെ തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരാൾ ബിസി ആയിരിക്കും, മറ്റൊരാൾ അയാൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയും ചെയ്യുന്നു. അല്ലേലും
എവിടെയെങ്കിലും പോവാന്ന് വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കും. ഒരു ബിസിനസ് കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം എടുക്കും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സമയവും സൗകര്യം കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് മോക്ക് ഇമ്പോർട്ടൻസ് അല്ലേ? ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് മോക്കും കൂടി വേണ്ടി തന്നെയല്ലേ? എനിക്ക് പെട്ടെന്ന് ഒരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അതെനിക്ക് നിന്നോട് പറയാൻ പറ്റിയിട്ടില്ല. നീ എന്തിനാ അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? നിങ്ങൾ ഒരു കോളെങ്കിലും അറ്റൻഡ് ചെയ്തോ? മീറ്റിംഗ് ആണത്രേ. ഇനി മീറ്റിംഗ് എന്നും പറഞ്ഞിട്ട് വല്ല പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുമെന്ന് ആർക്കറിയാം. അനാവശ്യം പറഞ്ഞേക്കരുത്. മോളെ, നിനക്കൊരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നത്. അത് നീ മറക്കണ്ട. അതിനെ ഓർത്തിട്ടെങ്കിലും നീ ഒന്ന് ക്ഷമിക്ക്. ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അമ്മേ. ഞാൻ പരമാവധി സഹിച്ചു. ഇനി ഇതിലൊരു മാറ്റവും ഇല്ല. ഇതൊക്കെ വിവാഹ ജീവിതത്തിൽ സാധാരണ അല്ലേ മോളെ? നീ പറയുന്ന പോലെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ ജീവിക്കുമെന്നാ? എൻ്റെ മോളുടെയും കാര്യം ഓർത്ത് അമ്മ പേടിക്കണ്ട. എൻ്റെ മോളെ ഞാൻ വളർത്തും. മോളെ, ഭാര്യയും ഭർത്താവും ആവുമ്പോ അടിയും വഴക്കും ഒക്കെ ഉണ്ടായെന്നിരിക്കും. നീ സ്നേഹം കൊണ്ട് വേണം അതൊക്കെ മാറ്റിയെടുക്കാൻ. ഗീതേ, നീ അവളെ അധികം നിർബന്ധിക്കണ്ട. എൻ്റെ മോൾ ഒരുപാട് സഹിച്ചു. അവളുടെ തീരുമാനം തന്നെയാണ് ശരി. ഹലോ. ആ അച്ഛാ. പ്രശാന്തേ, അച്ഛൻ്റെ സൗണ്ട് എന്താ വല്ലാത്ത പോലെ? തൻവിക്ക് എന്താ പറ്റിയത്? തൻവിയെ കാണുന്നില്ല. തൻവി കാണുന്നില്ലെന്നോ? അച്ഛൻ എന്തായി പറയുന്നേ? വീട്ടിലും ഇല്ല, അവള് കളിക്കാൻ വരുന്ന പാർക്കിലും ഇല്ല. അവള് പിന്നെ എവിടെ പോവാനാ? ഞാൻ എന്താ വേണ്ട മോനെ? ഞാനിപ്പോ അങ്ങോട്ട് വരാം അച്ഛാ. വിനു ആണല്ലോ. ഹലോ. ആ വിനു പറയടാ. എടാ എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ സൗമ്യയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. മോൾ അവിടെ ഉണ്ടോ? ഒരു ബഷീർ എന്ന് പറഞ്ഞ ആള് മോള് നിന്റെ ബിൽഡിംഗിൽ എത്തിച്ചിട്ടുണ്ട്. നീ ടെൻഷൻ ആകണ്ട, മോള് സേഫ് ആണ്. ഞാൻ തിരിച്ചു വരാം. മോൾ അവിടെ ഉണ്ടെന്ന്. മോളെ, മോൾ എന്ത് പണിയായി കാണിച്ചേ? മോൾ എന്താ ആരോട് പറയാതെ ഇങ്ങോട്ട് പോന്നെ? അച്ഛനെ കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ ഫോൺ വിളിച്ചാ മതിയായിരുന്നില്ലേ? അച്ഛനെ വിളിച്ചാ അച്ഛൻ എടുക്കത്തില്ല, അമ്മ സമ്മതിക്കത്തുമില്ല. അമ്മ, എന്ത് പണിയാണോ നീ കാണിച്ചത്? ഞങ്ങളെല്ലാം പേടിപ്പിച്ചല്ലോ മോളെ. ഇദ്ദേഹമാണ് മോളെ ഇവിടെ എത്തിച്ചത്. ബഷീർ മോളെ. മാപ്പ് നൽകാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ അതെല്ലാം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ ലോകം എന്നും മനോഹരമായിരിക്കട്ടെ. അവിടെ എൻ്റെ ഓർമ്മകൾ കൊണ്ടുപോലും നിന്റെ മനസ്സ് വേദനിക്കാതിരിക്കട്ടെ. സൗമ്യ, ഇവനെങ്ങനെയാണ് നിങ്ങളെ വിട്ടു നിൽക്കാൻ കഴിയുക? നിങ്ങളെ രണ്ടാളെ നന്നായി അറിയാവുന്ന ഒരാളെന്ന് നിനക്ക് പറയുന്നു. ആ പഴയ പ്രശാന്ത് അല്ലേ ഇത്? നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നുള്ള തിരിച്ചറിവ് അവൻ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ മോക്ക് അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും നിനക്ക് അവനോട് ക്ഷമിച്ചൂടെ? എനിക്കറിയാം അവനാ നന്നായിട്ട്. മോളെ